ചായക്കടയിൽ ഇരുന്ന് വീരവാദം മുഴക്കുന്ന ജാലിയൻ കണാറിന്റെ ലൈനിലാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ഒരൊറ്റ തള്ളാണ്, നമ്മൾ പിടിച്ചിരുന്നാൽ നമുക്ക് കൊള്ളാം. ഏറ്റവും ഒടുവിലെ തള്ള് കൊറിയൻ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു. ഭരണത്തിലെത്തിയ ശേഷം 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു. അതിൽ ആണവ യുദ്ധ ഭീഷണിയിലായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഉൾപ്പെടുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഒരു വലിയ ആണവ യുദ്ധമായി മാറിയേക്കാവുന്ന അവസ്ഥയിലായിരുന്നു തന്റെ നിർണായക ഇടപെടൽ എന്നാണ് ട്രംപിന്റെ അവകാശവാദം. തീർന്നില്ല. ഇത്രയും നാൾ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ അത് 7 വർദ്ധിപ്പിച്ചു. പക്ഷെ അത് ഏതൊക്കെ രാജ്യങ്ങളാണ്, ആരുടെയൊക്കെ വിമാനമാണ് എന്നൊട്ട് പറയുന്നുമില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയതാണ്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് വിശദീകരിച്ചതനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിൽ 5 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു വലിയ വ്യോമ മുന്നറിയിപ്പ് നിയന്ത്രണ വിമാനവുമാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. പക്ഷേ ട്രംപിന്റെ കണക്കിൽ അത് 7. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ ഔദ്യോഗികമായി പലതവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ DGMO ഇന്ത്യൻ DGMOയെ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നാണ് ഇന്ത്യ ആദ്യം തൊട്ടേ സ്വീകരിച്ച നിലപാട്. ഒരു 3-ാം കക്ഷിയുടെ മധ്യസ്ഥതയില്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്നും ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷവും ട്രംപ് തന്റെ ഇത്തരം അവകാശവാദങ്ങൾ, ജാലിയൻ കണാരൻ ലൈനിലുള്ള അവകാശവാദങ്ങൾ തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിനു പിന്നിൽ അമേരിക്കയുമായുള്ള വ്യാപാരമാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. താരിഫാണ് തന്റെ സമാധാനത്തിനുള്ള ആയുധമെന്നാണ് ട്രംപ് പറയുന്നത്. താരിഫും വ്യാപാര നയങ്ങളും ഉപയോഗിച്ചാണ് ഈ 7 യുദ്ധങ്ങളടക്കം പല സംഘർഷങ്ങളും ഒഴിവാക്കിയതെന്ന് ട്രംപ് പറയുന്നു. അവസാനിപ്പിച്ച 7 യുദ്ധങ്ങളിൽ 4 എണ്ണത്തിലും താരിഫും വ്യാപാരവുമായിരുന്നു ട്രംപിന്റെ ട്രംപ് കാർഡ് എന്നാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾ യുദ്ധം ചെയ്ത് പരസ്പരം കൊല്ലാൻ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വ്യാപാരത്തിനാണ് താല്പര്യമെങ്കിൽ 100% താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടെ അവർ പിന്മാറി. ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്: റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയതിനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ന്യായീകരിക്കുന്നതും ശ്രദ്ധേയമാണ്. റഷ്യയുടെ എണ്ണ വ്യവസായത്തെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമാണിതെന്നാണ് വാൻസ് പറയുന്നത്. ചൈനയ്ക്കെതിരെയും US വലിയ തോതിലുള്ള താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വാൻസ് പറയുന്നു. NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കവേ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ചും എണ്ണ വ്യവസായത്തെ ദുർബലമാക്കുക എന്നത് തന്നെയാണ് ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയതിലൂടെ US ലക്ഷ്യമിടുന്നതെന്ന് വാൻസ് തുറന്നു പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഈ ഉപരോധങ്ങൾ ഫലപ്രദമാകുമോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു. അപ്പോൾ ആ ചോദ്യത്തിന് ഉപരോധങ്ങൾ ഒരു പ്രധാന തന്ത്രമായി തന്നെ തുടരുമെന്ന് വാൻസ് വ്യക്തമാക്കി. വ്ളാഡിമിർ പുടിനെ വെടിനിർത്തലിന് നിർബന്ധിതനാക്കാൻ ഉപരോധങ്ങൾ മാത്രം മതിയാവില്ല എന്ന് സമ്മതിച്ച വാൻസ്, പക്ഷേ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി റഷ്യയെ സമാധാന ചർച്ചകൾക്ക് പ്രേരിപ്പിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും വെളിപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാവുമല്ലോ, ചൈനയ്ക്കെതിരെ എന്തുകൊണ്ട് ഇത്തരം നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല? വാൻസിന്റെ മറുപടി നമുക്ക് കേൾക്കാം. ചൈനയ്ക്കെതിരെ നിലവിൽ 54% താരിഫ് നിലവിലുണ്ട്. വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയെ കൂടി പങ്കാളികളാക്കുന്നതിന് എല്ലാ തലത്തിലും സംഭാഷണങ്ങൾ നടക്കുന്നുമുണ്ട്. റഷ്യയുമായുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ ചിലപ്പോൾ ചില രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫുകൾ കുറയ്ക്കാം. അതല്ല, കാര്യം നടന്നില്ലെങ്കിൽ താരിഫ് ഇനിയും വർദ്ധിപ്പിച്ചേക്കാമെന്നും വാൻസ് കൂട്ടിച്ചേർത്തു. റഷ്യക്കെതിരെ യുക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിൽ US-നും പങ്കുണ്ടെന്നാണല്ലോ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. റഷ്യ യുക്രൈൻ ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യുക്രൈൻ ആവശ്യമായ സുരക്ഷ ഉറപ്പു നൽകുന്നുവെന്ന് വാൻസ് ഊന്നി പറയുന്നു. യുക്രൈൻ വീണ്ടും ആക്രമിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷാ ഗ്യാരണ്ടികളും നൽകുന്നുണ്ട്. ഈ യുദ്ധം ആർക്കും ഗുണം ചെയ്യുന്ന ഒന്നല്ല. അതിനാൽ നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നും വാൻസ് പറഞ്ഞു. ചുരുക്കത്തിൽ ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ ഉന്നതരുടെയും പ്രസ്താവനകൾ US നയതന്ത്രത്തിലെ പുതിയൊരു സമീപനത്തെ, പുതിയൊരു അധ്യായത്തെയാണ് സൂചിപ്പിക്കുന്നത്. താരിഫുകളും സാമ്പത്തിക ഉപരോധങ്ങളും പരമ്പരാഗത നയതന്ത്രത്തിന്റെ പുതിയ ആയുധങ്ങളായി മാറുകയാണ്. ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നാണ്.